ഞാനിപ്പോൾ രാവിലെ ആയപ്പോൾ എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. ഒരു 5:30 ആയപ്പോൾ എഴുന്നേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അൻവി ഇന്ന് മുതൽ പ്രീ സ്കൂളിൽ പോവാണ് കേട്ടോ. പ്രീ സ്കൂളിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലിക്ക് വേണ്ടിയിട്ട് മാവും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ബാറ്റർ ഒഴിച്ച് നമ്മുടെ സ്റ്റൗവിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ നമ്മൾ കൊണ്ടാക്കുന്നുണ്ട് കൊണ്ട് ചെല്ലണ്ട. അതല്ല, അവരെ വണ്ടിയിൽ വിടുവാണെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടണം, ലഞ്ച്, പിന്നെ വൈകിട്ടത്തേക്കുള്ള സ്നാക്സ് എന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ് ഒന്നും പറ്റത്തില്ല കേട്ടോ. ഫ്രൂട്ട്സ് തന്നെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ കൊടുത്തു വിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് തന്നെ. അപ്പോൾ ചായ ഞാൻ ഇൻഡക്ഷനിൽ വെച്ചിട്ട് ചായയും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 1 വീക്ക് ഞാൻ കൊണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരുടെ വണ്ടി തന്നെ വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടേണ്ടത് ഇവിടെ നമ്മൾ കഴിപ്പിച്ചാണ് വിടുന്നത്. അപ്പോൾ ഞാൻ ചമ്മന്തിയും കൂടെ ആക്കുന്നുണ്ട്. കാരണം ആദ്യം അത് തന്നെ ഒന്ന് ഒതുക്കി തീർത്താൽ പിന്നെ അവന് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാമല്ലോ. അപ്പോൾ അവ എഴുന്നേറ്റ് അവിടെ വന്ന് ഇരിപ്പുണ്ട് എനിക്ക് കൂട്ടിന് വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന പോലെ അല്ല, എരിയൊന്നും ഞാൻ ഇടുന്നില്ല. കാരണം അവൻ എരിയൊന്നും വലുതായിട്ട് കഴിക്കത്തില്ല. പിന്നെ വേറൊരു കോമഡി എന്ന് വെച്ചാൽ അവന് തന്നെ കഴിക്കാൻ അറിയത്തില്ല. അതാണ് അടുത്തത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല അവർ നോക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അവൻ കഴിക്കുക എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവന് ഇഷ്ടമുള്ള 2-3 ഐറ്റംസ് കൊടുത്തു വിടാം. അതാകുമ്പോൾ ഇച്ചിരി എങ്കിലും ചെല്ലുമല്ലോ, ആ ഒരു സമാധാനത്തിൽ. പിന്നെ മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരയ്ക്കാതെയാണ്. പിന്നെ ഇഡലി ആയത് ഞാൻ പാത്രത്തിനകത്തോട്ടാക്കിയിട്ട് അടുത്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോരുകറി തേങ്ങ അരയ്ക്കാതെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതെങ്കിലും ഒഴിച്ച് കഴിക്കട്ടെ, അവരൊഴിച്ച് കൊടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അതും ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അൻവി വന്ന് ഉണ്ടാക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പപ്പടം പൊളിക്കുന്നുണ്ട്. പപ്പടം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് വെച്ച് അതും കൂടെ ടിന്നിൽ കൊടുത്തു വിടാം. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറുത്ത് അത് പിച്ചി കൊടുക്കുമ്പോഴത്തേക്ക് അതും കഴിച്ചോളൂ. അപ്പോൾ ഇഡലി ഞാൻ കൊണ്ടുവന്ന് അവന് കൊടുക്കുന്നുണ്ട്. കഴിക്കത്തില്ല, ഞാനാണ് വാരി കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കുളിച്ച് ഞാൻ അവനെ റെഡിയാക്കി ഞങ്ങൾ പോവാണ് കേട്ടോ. എല്ലാം എടുത്തിട്ട് അയ്യോ എന്താകുമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഇറങ്ങാൻ നേരം കരഞ്ഞൊന്നുമില്ല. പിന്നെ ഞാൻ അവൻ്റെ ചുണ്ടിൽ വാസലിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഒന്ന് പൊരിഞ്ഞിളകുന്നുണ്ട്. അപ്പം ഞാൻ സീറ്റിനടിയിൽ ബാഗ് വെച്ചിട്ട് നമ്മുടെ ലഞ്ച് ബോക്സ് അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തൂക്കിയിടുകയാണ് കേട്ടോ ചെയ്തത്. അത് ബാഗിൽ അതൊന്നും കറക്റ്റ് ആവുന്നില്ലായിരുന്നു. അപ്പം ഞാൻ വെച്ച് അവിടെ ഫ്രണ്ടിൽ തൂക്കിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും ചെയ്ത് ഞാനും അൻവിയും കൂടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ലഞ്ച് ബോക്സ് സീരീസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് മുടങ്ങാതെ എല്ലാ ദിവസവും ലഞ്ച് ബോക്സ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാൻ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. നമുക്ക് ഇനി എന്നും വീഡിയോസ് കാണും. നമ്മുടെ ഫുഡ് പ്രിപ്പറേഷനും കാര്യങ്ങളും അവന് കൊടുക്കുന്നതൊക്കെ ആയിരിക്കണം. പിന്നെ അവിടെ ചെന്നേക്കുന്ന ചെറിയൊരു ക്ലിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കരഞ്ഞൊന്നുമില്ല. പിന്നെ ഇനി എന്തായെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാനിങ്ങ് വന്നു കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.